കഴിഞ്ഞ ദിവസം വന്നൊരു എൻക്വയറിയിൽ എൻ്റെ അടുത്ത് ചോദിച്ചു, നമ്മൾ ആരി വർക്ക് തന്നെയാണോ ചെയ്യണത് അതോ ഒട്ടിക്കുവാണോ ചെയ്യണേ, അങ്ങനത്തെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇരുന്ന് നമ്മൾ ഒരാൾ ആരി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ക്യാമറ ഒന്ന് ഫ്ലിപ്പ് ചെയ്യട്ടെ. അഞ്ജലി, ഈ വർക്ക് ഒന്ന് കാണിച്ചേ. ഇതിന്റെ ഫ്രണ്ട് നെക്ക് ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക്, ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രണ്ട് നെക്ക്. അപ്പോൾ ഇതിനകത്ത് അഞ്ജലി വർക്ക് ചെയ്തേക്കുന്നത് ആരി നീഡിലും ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. നമ്മൾ ആരി നീഡിൽ വെച്ചിട്ട് ഇതുപോലെ കട്ട് ബീഡ്സ്, അതുപോലെ തന്നെ നമ്മൾ കുറേ സംഭവങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ചെറിയ പേൾ ബീഡ്സ് വരുന്നത്, അതിന്റെ ഇടയിൽ കട്ട് ബീഡ്സ്, ഇത് ട്യൂബ് ബീഡ്സ്. അപ്പൊ നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ആരി വർക്ക് ആയിട്ട് തന്നെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അഞ്ജലി ചെയ്യുന്നത് നോക്കിക്കോ. അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും ഇതിനകത്ത് ചെയ്യുന്നത്. ഇനി ആകെ നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് എന്തൊക്കെയാ ഒട്ടിക്കുന്നതെന്നൊന്ന് പറഞ്ഞ അഞ്ജലി. നമ്മൾ ആകെ ഈ സ്റ്റോൺസ് മാത്രമാണ് ഇതിൽ ഒട്ടിക്കാറുള്ളത്. പൊതുവെ സ്റ്റോൺ ചെയിനുകളൊക്കെ നമ്മൾ ഗമ്മ് ചേച്ച് ഒട്ടിക്കാറുണ്ട്. ഓക്കെ, നമ്മൾ സ്റ്റോൺസ് മാത്രമാണ്. ആ സ്റ്റോൺ ബോക്സ് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഇതിനകത്ത് പല ടൈപ്പ് ഓഫ് സ്റ്റോൺസ് ഉണ്ട്. ഇതുപോലെ കുറേ സ്റ്റോൺസ് നമുക്ക് പല ഷേപ്പുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതുപോലത്തെ നമ്മുടെ 3 ലെയറിലും നമുക്ക് സ്റ്റോൺസ് തന്നെയാണ്. ഗോൾഡൻ ഉണ്ട്, അതുപോലെ തന്നെ ഇതൊക്കെ ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന സ്റ്റോൺസ് ആണ് കേട്ടോ. പിന്നെ വൈറ്റ് ഷെയ്ഡിൽ വരുന്നത്, വൈറ്റ് സ്റ്റോൺ വരുന്നതാണിത്. കോപ്പർ ഷെയ്ഡിൽ വരുന്ന സെറീസിലൊക്കെ നമുക്കിത് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്രയും സ്റ്റോൺസ് മാത്രമാണ്, അല്ലെങ്കിൽ പിന്നെ സ്റ്റോൺ ചെയിൻസ് മാത്രമാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഫെവിക്രിലിന്റെ ഒരു ഗമ്മാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടെ കൃത്യമായിട്ട് നമ്മളൊരു ആരി വർക്ക് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്.